7 ദേശീയ പുരസ്കാരങ്ങളും 11 സംസ്ഥാന പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയ അതുല്യ പ്രതിഭ. സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ നിലകളിൽ തിളങ്ങി മലയാള സിനിമയെ നവീകരിച്ച ടി.വി. ചന്ദ്രന് ചലച്ചിത്ര ലോകത്തിന്റെ ആദരം. കഴിഞ്ഞ 26 മുതൽ തുടങ്ങിയ പരിപാടികളുടെ സമാപനമായി നടന്ന പൊതുസമ്മേളനം മെഗാസ്റ്റാർ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് പല സിനിമകളുടെയും കഥയും പറയും. ഇനി അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തോക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ യുദ്ധങ്ങളിലും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കൊന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. ടി.വി. ചന്ദ്രന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ 50 വർഷങ്ങൾ കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് വിപുലമായി ആഘോഷിക്കുന്നത്. ടി.വി. ചന്ദ്രൻ സിനിമകളുടെ ഭാഗമായവരടക്കം നിരവധി പ്രതിഭകൾ ചടങ്ങിൽ പങ്കെടുത്തു. ആദരവ് ഏറ്റുവാങ്ങിയ ശേഷം ടി.വി. ചന്ദ്രൻ മറുപടിയും പറഞ്ഞു. 50 വർഷം എന്ന് പറയുന്ന ഒരു മനുഷ്യ ആയുസിന്റെ ഒരു വലിയൊരു ശതമാനമാണ്. അത് മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി വെറുതെ കളഞ്ഞൊരു പാർട്ടിയാണ് ഞാൻ. അത് അത്ര വലിയൊരു പ്രവൃത്തിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇത്രയും മനുഷ്യരെവിടെയും ഇത്രയും വലിയ മനുഷ്യരെവിടെയും എൻ്റെ 50-ാം വർഷം എന്ന് പറഞ്ഞിട്ട് എന്നെ എംബരാസ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുമ്പോൾ അത്ര മോശമായിരുന്നില്ല എൻ്റെ 50 വർഷങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. ടി.വി. ചന്ദ്രന്റെ ഭാര്യ രേവതിയും ചടങ്ങിൽ പങ്കെടുത്തു. ടി.വി. ചന്ദ്രന്റെ മോഹവലയം എന്ന സിനിമയുടെ പ്രദർശനത്തോടെയായിരുന്നു പരിപാടികൾ തുടങ്ങിയത്. ടി.വി. ചന്ദ്രൻ സിനിമകൾ, ചരിത്രം, സംസ്കാരം, രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സെമിനാറും നടന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.